ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ചിക്കൻ റോസ്റ്റാണ്. ഇവിടെ ഞാൻ വെള്ളമൊക്കെ മാറ്റി ചിക്കൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരു കിലോയിൽ കൂടുതൽ കാണും, ഇത് 100 കാണും കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇവിടെ അതിന് വേണ്ടിയിട്ട് ഒരു 10-12 വെളുത്തുള്ളിയും 3 സവാളയും 2 തക്കാളിയും 1 പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം, അല്ലെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇവിടെ ഞാൻ സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് കരിവേപ്പിലയിട്ട് നമ്മുടെ സവാള എല്ലാം കൂടിയിട്ട് അതിലേക്കിട്ട് വഴറ്റാം കേട്ടോ. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടെ ഇതിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വഴറ്റാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇവ ചേർത്തൊന്ന് ഇളക്കാം. ഈ മസാലകളുടെ പൊടിമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിൻ്റെ മണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം ഇളക്കി മസാലയെല്ലാം ഈ ചിക്കനിലേക്കൊന്ന് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യം പോലെ, നമ്മൾ അപ്പത്തിനൊക്കെയാണ് കൂട്ടുന്നതെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കണം. ഇല്ല ചോറിനാണ് കഴിക്കുന്നതെങ്കിൽ വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.